മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ അങ്ങനെ സംശയങ്ങളെല്ലാം വന്നുകൂടുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും തങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണോ എന്നുള്ള സംശയം ഉണ്ണിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതേസമയം ഉണ്ണിയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓഫീസിൽ നടന്നതെല്ലാം ആലോചിക്കുന്നു. അതേസമയം അങ്ങോട്ട് കരുണ വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ വന്നിട്ടുണ്ടെന്നും കണ്ണേട്ടൻ്റെ ജർമ്മനിയിലുള്ള ഫ്രണ്ടിൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് പോയിരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ ജർമ്മനിയിലുള്ള ഫ്രണ്ട്സിനെല്ലാം എനിക്കറിയാമല്ലോ, ഇത് ഏത് ഫ്രണ്ടിൻ്റെ ആണെന്നെല്ലാം ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏതായാലും ജർമ്മനിയിലൊരു ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരിക്കലും ഒരു ഗിഫ്റ്റ് പോലും കിട്ടില്ല എന്നെല്ലാം കരുണ പരാതി പറയുമ്പോൾ അതിലേക്കൊന്നും കാര്യങ്ങൾ വലിച്ചിഴക്കേണ്ട എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. നമ്മൾ പറ്റിക്കപ്പെടുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും അന്ന് നടന്നിട്ടുള്ള ആക്സിഡൻറ്റുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എല്ലാം കൂടി ഒരു സംശയമാണ് ഉണ്ടാകുന്നതെന്നെല്ലാം പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ സംശയിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ, കണ്ണേട്ടൻ ഇനി തരാനുള്ള സ്വത്തുക്കളൊന്നും നമുക്ക് തരാതെയാകും എന്നെല്ലാം പറയുന്നുണ്ട് കരുണ. പിന്നീട് മഹിയോടായിട്ട് സംസാരിച്ച് നിൽക്കുന്ന കണ്ണനെയാണ് കാണിക്കുന്നത്. അങ്ങനെ മാർഗോയ്ക്ക് പ്രണയമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം മഹിയോടായിട്ട് പറയുമ്പോൾ മഹിക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. അതേസമയം ഉണ്ണിയാണെങ്കിൽ ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുമുണ്ട്. പക്ഷേ ഉണ്ണിക്കൊന്നും ഒന്നും തിരിച്ച് ശരിക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട് ആരോടോ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഉണ്ണി ആകെ അസ്വസ്ഥനാകുന്നുണ്ട്. പിന്നീട് തോമസ് വൈദ്യൻ്റെ മുറിയിലോട്ട് വരുന്ന പ്രതാപനെയും മുത്തശ്ശിയുമാണ് കാണിക്കുന്നത്. അങ്ങനെ തോമസ് വൈദ്യൻ ചോദിക്കുന്നുണ്ട് പ്രേതപ്പേടിയെല്ലാം മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്നും ഞങ്ങൾക്ക് ഇനി ഇവിടെ കിടക്കാൻ വയ്യ എന്നും ഇവിടെ കിടന്ന ഇനി പ്രേതങ്ങളുടെ ശല്യം കൊണ്ട് ഞാൻ തന്നെ ഇല്ലാതായി പോകുമെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ആടോ പ്രേതമൊന്നും ഇല്ലടോ എന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നുണ്ടെങ്കിലും പ്രതാപൻ അതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. തോമസ് വൈദ്യൻ ചോദിക്കുന്നുണ്ട് താൻ ആരെയെങ്കിലും കൊന്നോ അതോ നിങ്ങളുടെ കുടുംബത്തിൽ വല്ല ദുർമരണം വല്ലതും സംഭവിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അതേസമയം തോമസ് വൈദ്യൻ്റെ നോട്ടമെല്ലാം കാണുമ്പോഴേക്കും ചെറിയ തോതിലൊരു പേടി തോന്നുന്നുണ്ട് പ്രതാപന്. തോമസ് വൈദ്യന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടി തന്നെയാണ് പ്രതാപൻ നോക്കുന്നത്. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് ആ ആത്മാവിനെ കൂട്ടുപിടിച്ച് അവൾ നമ്മുടെ പിറകെ അയാളെ അയച്ചിരിക്കുന്നതാണോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് ചിലപ്പോൾ സാധ്യതയുണ്ട്, അവൾക്ക് പ്രേത പിശാചുക്കളെയെല്ലാം നല്ല വശമുള്ളവളാണെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. വീട്ടിലോട്ട് കയറി ചെന്ന പ്രതാപനോടായിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര പെട്ടെന്ന് അമ്മയും മോനും വന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിക്കും ഒരു ഉത്തരമില്ലാതെ തന്നെ നിൽക്കുകയാണ്. കാരണം അവരവിടെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ കണ്ടത്, അതൊന്നും മോഹിനിയോട് പറയാനുള്ള ധൈര്യം പ്രതാപനില്ല. എന്താണെങ്കിലും പറയുന്നുണ്ട് നിൻ്റെ മോളോടൊന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോളാൻ പറയണമെന്നെല്ലാം പ്രതാപനാണെങ്കിൽ മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ആത്മാവിനെ ഗതി കിട്ടാതെ അലയുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പൂജ ചെയ്ത് അവൻ്റെ ആത്മാവിനെ തളയ്ക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് യാതൊരുവിധ സ്വസ്ഥതയും കിട്ടുകയില്ല എന്നെല്ലാം പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് വാമേട്ടനോട് അത് എത്രയും പെട്ടെന്ന് പറയണം, ഞാൻ ഇതിലുള്ള ഇടപെടാൻ പറ്റില്ലല്ലോ, വാമേട്ടനാവുമ്പോൾ പെങ്ങളുടെ ഭർത്താവല്ലേ, അതുകൊണ്ട് നേരിട്ട് പോയി പെങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് പ്രതാപൻ പറഞ്ഞതനുസരിച്ച് വാമദേവൻ ദുർഗയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ദുർഗയും ആ ഒരു ആവശ്യം തന്നെയാണ് വാമദേവനോട് ഉന്നയിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ അച്ഛന് വേണ്ടി ഒരു പൂജ നടത്തണമെന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാതെ അലയുകയാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ടാണെങ്കിൽ കരുണയാണെങ്കിൽ വല്ലാതെ പേടിക്കുന്നു. കാരണം എന്തെങ്കിലും പൂജ ചെയ്യുന്ന സമയത്ത് തൻ്റെ അച്ഛനാണ് കൊലപാതകം നടത്തിയെന്നുള്ള കാര്യം അറിയുമോ എന്നുള്ള പേടിയാണ് കരുണയ്ക്ക്. അങ്ങനെ ആകെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് കരുണ. കണ്ണൻ ഇതെല്ലാം ചെയ്യാൻ സമ്മതിക്കുമോ എന്നെല്ലാം വാമദേവൻ ദുർഗയോട് ചോദിക്കുമ്പോൾ കണ്ണനെ കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ദുർഗ. അത് കേട്ട് വാമദേവനാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് കണ്ണനോടായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ അച്ഛനെ കൊണ്ട് എനിക്ക് ഒരു ശല്യവും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് പൂജയും വഴിപാടും ഒന്നും വേണ്ട കാര്യമില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ വാമദേവൻ്റെ നിർബന്ധപ്രകാരം കണ്ണനാണെങ്കിൽ ആ കാര്യത്തിനെല്ലാം സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയുടെ അടുത്താണെങ്കിൽ നമ്മുടെ കരുണ ചെല്ലുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, അതൊന്നും കണ്ണേട്ടന് ഇഷ്ടമില്ലാത്തതല്ലേ, അതുകൊണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഒരു പൂജ നടത്തുന്ന കാര്യത്തിൽ നിന്നും ഉണ്ണിയെ വിലക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മയ്ക്കും അമ്മാവനിക്കും എല്ലാം ഉണ്ടല്ലോ പൂജ ചെയ്യണമെന്നെല്ലാം, അതുകൊണ്ട് അവരുടെ ഇഷ്ടം പോലെ അതൊക്കെ ചെയ്യട്ടെ കരുണയെന്നെല്ലാം പറയുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.